എറണാകുളത്ത് 3 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോക്സോ കേസിൽ പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കും. ഇതിനായി DNA സാമ്പിൾ ശേഖരിച്ചു. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ് പീഡനം നടത്തിയിരുന്നതെന്നാണ് പോലീസിന് വ്യക്തമായത്. ഇതോടെ പോക്സോ കേസെടുത്ത് പുത്തൻകുരിശ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കുന്നത്. 1.5 വർഷമായി പീഡനം തുടർന്നിരുന്നുവെന്ന വിവരം. കുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടി മരിക്കുന്നതിന് തലേന്നും പീഡനത്തിന് ഇരയായി. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിച്ചിരുന്നു. പിന്നാലെ ഇയാളടക്കം പിതാവിന്റെ ഉറ്റ ബന്ധുക്കളായ 3 പേരെ ചോദ്യം ചെയ്തതിനൊടുവിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതോടെ ലൈംഗിക വൈകൃതം ഉള്ളയാളാണെന്ന് വ്യക്തമായി. പീഡിപ്പിച്ച കുറ്റത്തിന് പിതാവിന്റെ സഹോദരനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം നാട്ടുകാരെയും ഞെട്ടിച്ചു. കുട്ടിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മരണവാർത്ത അറിഞ്ഞ കുഞ്ഞിന്റെ പിതാവിനേക്കാൾ വികാരാധീനനായാണ് പ്രതി പെരുമാറിയിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംസ്കാര ചടങ്ങുകളിലും വിങ്ങിപ്പൊട്ടിയാണ് ഇയാൾ പങ്കെടുത്തത്.